ജീവനക്കാരെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് അയക്കണമോ വേണ്ടോ എന്നുള്ളത് ഒരു ഓൺട്രപ്രണറുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഞാൻ സെയിൽസിലാണ് എൻ്റെ കരിയർ തുടങ്ങിയത്. പക്ഷേ ഞാൻ എൻ്റെ ആ കാലം തൊട്ട് നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകൾ എൻ്റെ കമ്പനി തന്നെ നോമിനേറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ പറയാം. ഇപ്പോൾ നിങ്ങളൊരു എയർപോർട്ടിൽ നിൽക്കുമ്പോൾ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, ഞാൻ പറയുകയാണ്, 2 ഓപ്ഷൻ തരികയാണ്. ഇതാ കഴിഞ്ഞ 15 വർഷമായി ഈ ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു പൈലറ്റിൻ്റെ ഒരു ഫ്ലൈറ്റും ഉണ്ട്. തൊട്ടപ്പുറത്ത് ട്രെയിനിയാണ്, ആദ്യമായിട്ടാണ് ഇയാൾ ഫ്ലൈറ്റ് ഓടിക്കുന്നത്. ഇതിലേതിലേക്കാണ് നിങ്ങൾ കയറാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരികയാണ്. ഈ ആദ്യമായി കയറുന്ന അടുത്ത് 500 രൂപയുള്ളൂ, മറ്റടുത്ത് 10,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ 10,000 രൂപ കൊടുത്താൽ കയറല്ലേ. അപ്പോൾ എന്താണ്, നമുക്കൊരു ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയി എന്നും നമുക്കൊരു അസറ്റാണ്. അപ്പം നമ്മൾ അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പലപ്പോഴും മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ധാരണയിലാണ്. അല്ലെങ്കിൽ നമ്മളവരെ പഠിപ്പിച്ചാൽ അവർ നമ്മളെ ഇട്ടിട്ട് വേറെ സ്ഥാപനത്തിലേക്ക് പോകുമെന്നുള്ളൊരു ഭയമായിരിക്കാം. ഇതൊന്നുമല്ല, ഇതൊക്കെ വളരെ ബാലിശമായ ചിന്തകളാണ്. നമ്മുടെ കൂടെയുള്ളവർക്ക് അറിവ് കൊടുത്താലേ അവർ നമ്മുടെ സ്ഥാപനത്തെ വളർത്താനാവും. ഇനി അഥവാ നമ്മളൊരു അറിവ് കൊടുത്ത ഒരാൾ ഇട്ട് വേറൊരു സ്ഥലത്ത് പോയി നന്നാവട്ടെ. നമുക്ക് അഭിമാനത്തോട് പറയില്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനാണ് അവിടെ ജോലി ചെയ്യുന്നതെന്ന് പറയാമല്ലോ. പക്ഷെ നമ്മുടെ ആൾക്കാരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ആൾക്കാരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാന്നല്ല, എവിടെയാണെങ്കിലും ട്രെയിനിങ്ങുകൾക്ക് വിടുക എന്നുള്ളത് തന്നെ ഞാൻ പറയുള്ളൂ.